വാർത്തകളിലേക്ക് വിശദമായി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. രാഷ്ട്രീയ സംഘടനകൾക്ക് പുറമെ സർവീസ് സംഘടനകളും സമരരംഗത്തിറങ്ങുകയാണ്. KPCC ഭാരവാഹികൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D. ബിനോയ് ചേരുന്നു. ബിനോയ്, സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. മുൻപ് മലബാർ കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നേരത്തെ ഈ ബില്ലിന്റെ തുടക്കകാല ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ആരാണ് ഈ CAക്കെതിരെ വളരെ ശക്തമായി രംഗത്തുള്ളത്, ഇതിനെ പ്രതിരോധിക്കാൻ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളൊരു മത്സരം സ്വാഭാവികമായും LDFും UDFും തമ്മിലുണ്ടാകും. അതിൻ്റെ ഒരു പ്രതിഫലനം പ്രകടനമാണ്. ഇന്നലെ ബില്ല് കത്തിച്ച് LDFിൻ്റെ പ്രതിഷേധം, ഇന്ന് രാജ്ഭവന് മുന്നിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം അരങ്ങേറുന്നു. ഇന്ന് എങ്ങനെയായിരിക്കും തലസ്ഥാനത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ രീതി? ലിബീഷ്, പ്രധാനമായും പ്രതിഷേധങ്ങളുടെ എല്ലാം ഒരു വേദിയായി മാറുക രാജ്ഭവൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറങ്ങിയ നാൾ മുതൽ തന്നെ രാജ്ഭവനിലേക്കാണ് വിവിധ സംഘടനകളുടെ എല്ലാം മാർച്ച് ഉണ്ടായിരുന്നത്. അതേസമയം ഇന്നലെ LDF രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും വലിയ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും അത് പിന്നീട് സെക്രട്ടേറിയറ്റിന് സമീപത്തായി അവസാനിക്കുകയും ചെയ്തു. ഏതായാലും രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ LDFും UDFും ഈ വിഷയം കത്തിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ കുറച്ച് ഊർജ്ജം നൽകി നിർത്തുവാൻ തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDF വിവിധ തരത്തിൽ, അതായത് വടകര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ വിവിധ തരത്തിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് പ്രധാനമായ ഒരു പ്രതിഷേധം ഉണ്ടാവുക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹികളും ജില്ലാ നേതാക്കന്മാർ DCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് 2 മണിക്കൂർ സമയം, അതായത് 12 മണി മുതൽ 2 മണി വരെ രാജ്ഭവന് മുന്നിൽ വലിയ പ്രതിഷേധം ധർണ സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതിനുവേണ്ടിയുള്ള പന്തലും ഉൾപ്പെടെയുള്ളവ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം LDF ആകട്ടെ പ്രചരണം കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് കൊണ്ടുവന്ന് പഞ്ചായത്ത് തലങ്ങളിലൊക്കെ എത്തിച്ചുകൊണ്ട് അവരുടെ ഏരിയ കമ്മിറ്റികളും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റികളെല്ലാം തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഇലക്ഷൻ പ്രചരണ ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് അവരുടെ നീക്കം. LDF അത്തരത്തിൽ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നു. കാരണം LDF വലിയ തോതിലാണ് UDFിനെ കുറ്റപ്പെടുത്തുന്നതും ഇത്തരത്തിൽ ഒരു വലിയ, അതായത് ഒരു വിഭാഗത്തെ പൗരത്വത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ UDF യോജിച്ച് നിന്നുകൊണ്ട് ഒരു സമരത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. LDF പറയുന്നത്. എന്തായാലും LDFും അല്ലെങ്കിൽ CPMും കോൺഗ്രസും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എതിർക്കേണ്ട സമയത്ത് UDF ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് LDF പറയുമ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ സമയങ്ങളിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ തരത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയപ്പോൾ 839 കേസുകൾ സംസ്ഥാന സർക്കാർ അന്ന് ചാർജ് ചെയ്തിരുന്നു. അന്ന് LDF സർക്കാരിൻ്റെ സമയത്താണ്. ആ കേസുകൾ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിലൊരു ഇരട്ടത്താപ്പ് നയം LDF തുടരുന്നു എന്ന തരത്തിലേക്ക് UDFും ആരോപിക്കുന്നു. BJP ആകട്ടെ വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം രണ്ട് മുന്നണികളും നടത്തുന്ന കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് ഈ നയം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ആരെയും രണ്ട് തരം പൗരന്മാരാക്കി മാറ്റാനുള്ളതല്ല. ഒരുപക്ഷെ കേരളത്തിന് ഈ നയം നടപ്പിലാക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന തരത്തിലേക്ക് BJPയും പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും എല്ലാവരുടെയും മുന്നിൽ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രചരണ ആയുധവും ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തന്നെയാണ്. അത്തരത്തിൽ സ്ഥാനാർത്ഥികളും വിവിധ സ്ഥലങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നതും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നതും. അതേസമയം നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗും DYFIയും ഒക്കെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുവരെയായും 200-ലധികം ഹർജികളാണ് പൗരത്വ നിയമ ഭേദഗതി ബില്ലിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയ സമയം വരെ സുപ്രീം കോടതി മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിചാരണകൾ ഇന്ന് തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ തരത്തിൽ നിയമപരമായും അതല്ലാതെ ശക്തമായ പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. എന്നാൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഇതിനെ അല്ലെങ്കിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിൻ്റെ വിജ്ഞാപനത്തെ എതിർക്കുവാൻ തയ്യാറാകുമ്പോൾ BJP സ്ഥാനാർത്ഥികൾ, കാരണം സംസ്ഥാനത്തെ 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നു, അവരുടെ മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അവരാകട്ടെ വളരെ കരുതലോടുകൂടി ആണ് ഈ നിയമത്തെ കണ്ടുകൊണ്ട് അവർ സംസാരിക്കുന്നത്. കാരണം ഇത്തരം വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട്
ഉന്നയിച്ചുകൊണ്ട് ആണ് അവർ സംസാരിക്കുന്നത്. ഇവിടെ അവർ പറയുന്നൊരു പ്രധാന കാര്യം, ഒരു പൗരന്മാരെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ ഉള്ളതല്ല ഈ നിയമം. കാരണം മറ്റ് രാജ്യങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ അവശത അനുഭവിക്കുന്ന മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനും അവർക്ക് ഒരു സഹായം എന്ന നിലയ്ക്കുമാണ് ഈ ബില്ലിനെ കാണേണ്ടതെന്ന നിലയ്ക്ക് BJPയും പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ശരി തന്നെ, സർവീസ് സംഘടനകളും ഇത്തരത്തിൽ ഈ CAA-ക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് വരികയാണ്. അത് വരും ദിവസങ്ങളിൽ, ഇന്നുൾപ്പെടെയുള്ള വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് NGO യൂണിയനും NGO അസോസിയേഷനും ഒക്കെ മാർച്ചുകളും പ്രതിഷേധ പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിവിധ സംഘടനകൾ, മതസംഘടനകളും ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. CPM-ൻ്റെയും CPI-യുടെയൊക്കെ യോഗങ്ങൾ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനി വെള്ളിയാഴ്ചയാണ് ചേരുന്നത്. ഒരുപക്ഷെ അതിനുശേഷം ആ സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും എന്ത് തരത്തിലുള്ള തീരുമാനം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ CPM ഒറ്റയ്ക്കാണോ അതല്ലെങ്കിൽ LDF-മായി ചേർന്ന് നിന്ന് LDF എന്ന ഒറ്റക്കെട്ടായിട്ടാണോ നടത്തുന്നതെന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും. CPI കഴിഞ്ഞ ദിവസം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായി CPI മുന്നോട്ട് പോകും എന്നറിയുന്നു. വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ കൂടി സമരമുഖത്തേക്ക് എത്തുമ്പോഴേക്കും പ്രതിഷേധം ആളിക്കത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. മാത്രവുമല്ല, ഇതിപ്പോൾ റംസാൻ വ്രതാനുഷ്ഠാനങ്ങളുടെ കാലം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ സൗമ്യമായ രീതിയിൽ സമരം സംഘടിപ്പിച്ചാൽ മതി, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാൽ മതി എന്ന നിലപാടാണ് പല മുസ്ലിം സംഘടനകളുമൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങൾ രാജ്ഭവന് മുന്നിലെ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഭൂമിയായി മാറും എന്ന് സംശയമില്ല. ലിബീഷ്.